വയനാടൻ ചുരം കയറി രാഹുൽ എത്തുമ്പോൾ അതിന് മുന്നേ എത്തിയ ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആനി രാജ. രാഹുൽ ഗാന്ധിയെ നേരിടാൻ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കി CPI. രാഹുൽ BJPക്കെതിരെയല്ലേ മത്സരിക്കേണ്ടതെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഒരു മറുചോദ്യമുണ്ട്. രാഹുലിന്റെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ എന്തിന് ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കി? CPI മത്സരിക്കേണ്ടതും അങ്ങനെയാണെങ്കിൽ BJPക്കെതിരെയല്ലേ എന്ന ചോദ്യം അവിടെ നിന്നും വരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം ദീപക് മലയമ്മയോട്. വെരി ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ. ആനി രാജ നേരത്തെ എത്തി കളം പിടിച്ചു. തന്റെ കണ്ണൂരുമായും വയനാടുമായും ഒക്കെയുള്ള തന്റെ മലബാർ ബന്ധങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ കളം നിറയുന്ന ആനി രാജ, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ ദേശീയ നേതാക്കൾ തമ്മിലുള്ള, ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാന നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഇരുകൂട്ടരും ഉത്തരം പറയേണ്ട ചോദ്യമായി അത് മാറുകയല്ലേ? വെരി ഗുഡ് ഈവനിങ് സുജയ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള മത്സരം എന്നുള്ള നിലയിലേക്ക് ഇത്തവണത്തെ വയനാട്ടിലെ പോരാട്ടം മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ സിറ്റിംഗ് MP ആയി രാഹുൽ ഗാന്ധി മണ്ഡലത്തിലുണ്ട്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ തുച്ഛമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കച്ചകെട്ടി ഇറങ്ങുക എന്നുള്ള തലത്തിൽ CPI ദേശീയ മുഖമായുള്ള ആനി രാജയെ തന്നെ മണ്ഡലത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഒന്നാം ഘട്ട പര്യടന പരിപാടികൾ ഇതിനോടകം തന്നെ ആനി രാജ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നാണ് കോൺഗ്രസ് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് ആയിട്ടുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതേ തുടർന്നാണ് CPIയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള D രാജ അടക്കം പറഞ്ഞിട്ടുള്ളത് BJPക്കെതിരെയല്ലേ രാഹുൽ മത്സരിക്കേണ്ടത്, രാഹുലിന്റെ ഉയരം ആ തരത്തിലല്ലേ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം BJPയുമായി അല്ലേ രാഹുൽ ഗാന്ധി പോരാടേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം തന്നെ ഈ സിറ്റിംഗ് സീറ്റിലേക്ക് CPIയുടെ ഒരു ദേശീയ മുഖമുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതാണ് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിക്ക് പരാജയം പിടയുമെന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അടക്കം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ 2014 കണക്കുകൾ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എൻട്രി വരുന്നത് വരെ CPIയുടെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നത്. അതിങ്ങനെയാണ്: 2014 സത്യൻ മൊകേരി മത്സരിച്ച ഘട്ടത്തിൽ കേവലം 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് എതിർ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ആനി രാജയെ പോലെ പ്രബലയായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുകയും മണ്ഡലവുമായി അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കോട്ടത്തെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ CPI വെച്ച് പുലർത്തിയിരുന്നു. ഇനി അത് എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അറിയാനുണ്ട്. മറ്റൊന്ന്, പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ CPI മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് VIP MP ആണ് മണ്ഡലത്തിലുള്ള രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് എല്ലാ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി എത്തുമ്പോൾ പൂർണ്ണമായും ജനങ്ങൾ അങ്ങനെ തന്നെ കേൾക്കുമോ അല്ലെങ്കിൽ അതിനെ തട്ടിക്കളയുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. സുജയ. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ, VS രഞ്ജിത്ത്, അൽ അമീൻ. വിവരങ്ങളുമായി ഇന്നത്തെ രാഷ്ട്രീയ വിശകലനവുമായി ഗുഡ് ഈവനിംഗിൽ ആദ്യം നമുക്കൊപ്പം ചേർന്ന പ്രതിനിധികൾ 3 പേരും മടങ്ങുന്നു.